നമ്മളെ കുടുങ്ങിയ പറയുന്ന ഒരു വാക്കാ, പഠിച്ചോനെ നമ്മൾ മരിച്ചു കിട്ടിയാൽ മതി. എന്തുകൊണ്ട്? ദിവ്യപ്രേമല്ല, ദുനിയാവിനെ ഭയപ്പെടുക. മരിക്കലിനെ കൊതിച്ചൊരു മനുഷ്യൻ ഈ കിതാബിന്റെ ഉള്ളിൽ മരണത്തെ കൊതിച്ചൊരു മനുഷ്യനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ റൈറ്റായ ഒരു റീഡിങ്. ഈ കിതാബിന്റെ ഉള്ളിൽ മരണം കൊതിച്ച ഒരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോലെയല്ല. നമ്മൾ കച്ചവടം പൊട്ടിയ പറയും മരിച്ചിട്ടേ മതി. പോറ്റി വളർത്തിയ മക്കളും ഭാര്യയും നമ്മൾ തമ്മിൽ പിണങ്ങി. ഈ കഴിഞ്ഞ മാസം ഒരാൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പോറ്റി വളർത്തിയ മക്കളും ഭാര്യയും ഞാനും പിണങ്ങി, ആയുസ് മുഴുവൻ ഗൾഫ് ചെലവഴിച്ച് ഇപ്പം പിണങ്ങി. അപ്പോൾ എന്താ അയാൾക്ക് പറയാനുള്ളത്? അയാൾ പറഞ്ഞു എന്നല്ല, എന്താ സാധാരണഗതിയിൽ പറയാനുള്ളത്? വിളിച്ചോനെ പറ, മരിച്ചിട്ടേ മതിയായിരുന്നു. എന്നാൽ ഈ കിതാബ് ഒരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ മനുഷ്യൻ ചരിത്രം കണ്ട ഏറ്റവും വലിയ പ്രയാസത്തിൽപ്പെട്ടു. അപ്പോഴും മരിച്ചിട്ടെങ്കിൽ മതിയെന്ന് പറഞ്ഞില്ല, മറികടന്നു. ഞങ്ങളെ സൂറത്ത് യൂസുഫ് എടുക്കും. സൂറത്ത് യൂസുഫ് എടുത്തിട്ട് ആദ്യ ഭാഗത്ത് കുട്ടിയെ തള്ളുന്ന ഭാഗം എടുക്കുക. അവിടെ അങ്ങോട്ട് എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. കിട്ടിയോ? ഇവിടെ പറയുന്ന സംഭവം فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. ഏതാ സംഭവം? ഏതാ ഈ രംഗം? അടുത്ത സ്ഥലം പെണ്ണുങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രശ്നം ഉണ്ടാക്കി ജയിലിലാക്കുന്ന സംഭവം, ആ ഏരിയ സിജിനുമായി ബന്ധപ്പെട്ടായിട്ട്. ഇതൊക്കെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നറിയും, 10 ജ്യേഷ്ഠന്മാർ കൂടിയിട്ട് ഈ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളുക. കുട്ടിക്ക് 12 വയസ്സാണ്. പക്ഷേ പഠിച്ചോനെ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് മരിക്കലാണ് എന്നൊരു വാക്ക് കുട്ടി പറഞ്ഞില്ല. ഇല്ല ഇല്ല, എന്തൊക്കെയാ ആര് പറഞ്ഞു? എന്തുകൊണ്ട്? പാപ്പാനെ പോലെ കണക്കാക്കുന്ന ഏട്ടന്മാര്. മനസ്സിലായില്ലേ പറഞ്ഞത്? 10 ജേട്ടന്മാരുടെ ഉമ്മ വേറെയാ. ആ ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് അവരുടെ അനുജത്തിയെ കല്യാണം കഴിക്കുന്നത്, റാഹേലിനെ. റാഹേലിനെ നേരത്തെ കല്യാണം അന്വേഷിച്ചതാണ്. സുന്ദരിയും സുശീലയും മതഭക്തയുമായിരുന്ന പെണ്ണായിരുന്നു റാഹേൽ. പക്ഷേ റാഹേലിന്റെ കല്യാണം അന്വേഷിച്ച് ചെന്നപ്പോൾ യാക്കൂബ് നബിയോട് റാഹേലിന്റെ ബാപ്പ പറഞ്ഞു, ഇല്ല, ലയ്യ ഇവിടെയുണ്ട്. ലയ്യ ഏട്ടത്തിയെ നിർത്തിയിട്ട് അനുജത്തിയെ കെട്ടിക്കൂല. അപ്പൊ തിരിച്ചു വന്നു. അങ്ങനെ ലയ്യയെ കെട്ടി. ലയ്യയിൽ 10 കുട്ടിയുണ്ടായി. ലയ്യ മരിച്ചു. 10ാമത്തെ കുട്ടിയിൽ ലയ്യ മരിച്ചു. അപ്പോഴും കെട്ടിച്ചിട്ടില്ല റാഹേലിനെ. അപ്പോൾ റാഹേലിനെ കല്യാണം കഴിച്ചു. റാഹേലിന് 2 കുട്ടികളുണ്ടായി. ഒന്ന് യൂസുഫും അലൈഹിസ്സലാം, ഒന്ന് ബിന്യാമീനും. യഅ്മീൻ എന്നാൽ പ്രസവത്തിൽ മരിച്ച സ്ത്രീ എന്നാണ് ഹിബ്രു ഭാഷയിൽ യഅ്മീൻ എന്ന വാക്കിനർത്ഥം. ബിന്യഉമീനിൽ നിന്നാണ് ബെന്യാമീൻ ഉണ്ടായത്. ബിന്യഉമീൻ എന്നാൽ പ്രസവത്തിൽ മരിച്ചു പോയ പെണ്ണിന്റെ പുത്രൻ എന്നർത്ഥം. ബിന്യാമീനെ പ്രസവിച്ച സമയത്ത് റാഹേൽ മരിച്ചു. പിന്നെ ഈ കുട്ടികൾക്ക് ഉമ്മയുമില്ല. മറ്റൊരാട്ടെ കിടുകിടുത്ത ബാല്യക്കാരായി വളർന്നിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികൾ ജ്യേഷ്ഠന്മാരരികെ പറ്റണം, അല്ലെങ്കിൽ ബാപ്പാന്റെ ചിറകിലൊടുങ്ങണം. ഇപ്പോഴാണ് എന്തിന് അത്ര ഇഷ്ടം ഏട്ടന്മാരെ ഈ കുട്ടിക്ക്. പിന്നെ ഏട്ടന്മാരെ കൂടെ ആടുമേക്കുന്ന സ്ഥലത്ത് കളിക്കാൻ വേണ്ടി കൊണ്ടുവരിക, ആ വ്യാജേന. പിന്നെ ഇവരൊക്കെ വിവസ്ത്രരാക്കി കുട്ടിയെ പൊട്ടക്കണ്ടിൽ തള്ളുക. ആ ഒരു രംഗണ്ടായിരിക്കും. പക്ഷേ മുസ്ലിമൻ
ലോക ചരിത്രത്തിൽ തവഫനി, നീ എന്നെ മരിപ്പിക്കണമെന്ന് പറഞ്ഞ, മുസ്ലിമായി മരിപ്പിക്കണമെന്ന് പറഞ്ഞ വേറെ പ്രധാനപ്പെട്ട ഒരാൾ സയ്യിദുന, വേറെ ആളുണ്ടെങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട രംഗാണ് സയ്യിദുന യൂസുഫ്. ഉറക്കപ്പറ സയ്യിദുന യൂസുഫ് വല്ലാത്ത രംഗാണ്, ജഗത്തെല്ലാവർക്കും ഓർക്കുന്ന ഒരു രംഗം അതാണ്. രണ്ടാമത്തെ രംഗം എന്താ? രണ്ടാമത്തെ രംഗം പെണ്ണുങ്ങൾ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി. ആരുടെ പെണ്ണ വലിയ പ്രശ്നം ഉണ്ടാക്കി? ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാര്യ എല്ലാ ചതിയും നടത്തി. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാര്യ സുലേഖ, ഇമ്രാത്തുൽ അസീസ്. അസീസ് എന്നത് അക്കാലത്ത് ഈജിപ്തിലെ ധനകാര്യമന്ത്രിയുടെ സ്ഥാനപ്പേരാ. രാജാവല്ല. ചില ആളുകൾ രാജാവ് എന്ന് പ്രസംഗിക്കാറുണ്ട്, അത് തെറ്റാണ്. അസീസ്. പിന്നെ അസീസ് ആകുന്നുണ്ട് ആരും? യൂസുഫ് നബിയും അലൈഹിസ്സലാം. രാജാവല്ല. രാജാവിൻ്റെ തുല്യസ്ഥാനമാണ് ധനകാര്യമന്ത്രിക്ക്. ധനം മുഴുവനും അവർ കൈകാര്യം ചെയ്യും. ധനകാര്യമന്ത്രി വലിയ സ്ഥാനമുള്ള ആളാണ്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സ്ഥാനം അക്കാലത്ത് ധനകാര്യമന്ത്രിക്ക്. അവരുടെ ഭാര്യ സുലേഖ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി. അവസാനം എത്ര നമ്പറായത്താണ്? ربي قال رب السجن أحب إلي قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. ഈ പെണ്ണുങ്ങൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത്. സുന്ദരനായ യുവകോമളനാണ് സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം. 10-22 വയസ്സ്, സുന്ദരൻ എന്ന് പറഞ്ഞ ആര് കുറിച്ചു വന്ന സൗന്ദര്യം. ലോക ചരിത്രത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം. അത്രയും വലിയ സുന്ദരൻ. അവസാനം ഉണ്ടായി, അവസാനം ജയിലിലെത്തി. ഈ പെണ്ണുങ്ങൾ കാരണം നിർദോഷി ജയിലിലെത്തി. എന്നിട്ട് ഒരിക്കൽ പോലും തവഫനി മുസ്ലിമൻ എന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. തൻ്റെ പ്രേമഭാജനമായ തൻ്റെ ഹൃദയത്തിൻ്റെ മാണിക്ക കൊട്ടാരത്തിൽ അള്ളാഹുവിനെ ശേഷം താൻ സൂക്ഷിച്ചയാൾ തൻ്റെ ബാപ്പയായ യാക്കൂബാൻ അലൈഹിസ്സലാം. ബാപ്പയുമായി പെട്ടിപ്പിരിഞ്ഞ് നിന്നിട്ട് ഒരു മിനിറ്റ് പോലും പടച്ചോൻ എന്നെ മരിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. ബാപ്പയെ വീണ്ടും കണ്ടുമുട്ടി. فلما دخلوا عليه آوى إليه أبويه. Last one. دخلوا مصر إن شاء الله آمنين. Last one. الله 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 الله. ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. നിങ്ങൾ ഈ സൂറത്തിൽ തന്നെ പഠിക്കാനാണ്. കുഴഞ്ഞ ഒരു സമയത്ത് ഉന്നെ മരിപ്പിക്കണം എന്നൊരു വാക്ക് യൂസുഫിന് പറഞ്ഞിട്ടില്ല. ഇല്ല. പറഞ്ഞു. എപ്പോൾ? ബാപ്പ തിരിച്ചെത്തി. ബാപ്പയെ കൊണ്ടുവരാൻ വേണ്ടി 200 ഒട്ടകം ജെറൂസലേമിലേക്ക് കൊടുത്തയച്ചു. ഈജിപ്തിൽ നിന്ന് പരിവാര സമേതം വന്നു. 3000 പട്ടാളത്തെയും കൊണ്ട് കൈറോ പട്ടണത്തിൻ്റെ പുറത്ത് വന്ന് ബാപ്പയെ സ്വീകരിച്ചു. ബാപ്പ മകൻ്റെ മുന്നിൽ സുജൂദ് ചെയ്തു. എന്താ പറഞ്ഞേ? എന്താ ഞാൻ പറഞ്ഞ? ബാപ്പ സുജൂദ് ചെയ്തു. ആരുടെ മുന്നിൽ? എന്താ പറയാനൊരു മടി. ബാപ്പ സുജൂദ് ചെയ്തടോ. ആരുടെ മുന്നിൽ? എന്താ പറയാൻ മടി? എന്താ അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്ക് പറയുന്ന മടി? സുജൂദ് ചെയ്തു. ആരുടെ മുന്നിൽ? ബാപ്പ സുജൂദ് ചെയ്തു. ആരുടെ മുന്നിൽ? ജ്യേഷ്ഠന്മാരും. فرفع أبويه على العرش فرفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذا أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم رب قد
ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീത്ത് ഫാത്തിറസ് സമാവാതി വൽ അർദ് വർക്കെ അൻത വലി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നിഅമത്തിന്റെ പരമകോടിയിൽ റബ്ബേ ഇതൊക്കെ ചെയ്തിരുന്ന് നിന്നെ കാണാൻ എനിക്ക് കൂടിയായി. നിഅമത്തിന്റെ പരമകോടി ആരാണോ തന്നെ പൊട്ടക്കണത്തിലേക്ക് നിർദാക്ഷിണ്യം തള്ളിവിട്ടരോ അവർ പിന്നീട് വന്ന് പറയുന്നത് പട്ടിണി കിടന്നിട്ട് കുഴങ്ങിയിട്ട് വരിക, എന്തെങ്കിലും തരി. ഞങ്ങളും കുടുംബം പട്ടിണിയിലാണ്, എന്തെങ്കിലും തരണം. ആരാ വന്ന് പറയുന്നത്? കൊട്ടാരത്തിന്റെ വാതിലിലൂടെ 10 ജ്യേഷ്ഠന്മാർ കയറി വരുമ്പോൾ ഈ മനുഷ്യനറിയാം എന്നെ തള്ളിവിട്ടവര്. എന്താ വന്ന് പറയുന്നത്? എന്താ വന്ന് ജ്യേഷ്ഠന്മാർ 10 ജ്യേഷ്ഠന്മാർ ദർബാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുക. അന്ന് ഈ മനുഷ്യൻ ഇരിക്കുന്നത് സ്വർണത്തിന്റെ സിംഹാസനത്തിലാണ്, രാജാവിന്റെ തൊട്ടടുത്ത്. സ്വർണത്തിന്റെ ഒരു കിരീടവുമുണ്ട്. ഒരു മനോഹരമായ കോട്ടിട്ടുണ്ട്. ആ കോട്ടിന്റെ സകല ബട്ടൺസും സ്വർണ്ണമാണ്. സ്വർണത്തിന്റെ ആടയാഭരണങ്ങളിൽ കുളിച്ചിങ്ങനെ നിൽക്കുകയാണ്, സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുക. അപ്പോൾ ഇവർ വന്നു, എന്ത് പറഞ്ഞു? അയ്യോ അൽ അസീസ്, ധനകാര്യ വകുപ്പ് മന്ത്രിയെ, നേതാവേ, മസ്സന വാഹിലനന്ദുർ, ഞങ്ങളും കുടുംബവും പട്ടിണിയിലാണ്, എന്തെങ്കിലും തരണം. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ആരൊക്കെ ഉള്ളത്? ഞങ്ങൾക്ക് ഒരു അനുജനുണ്ട്, ബാപ്പയുണ്ട്. പിന്നെ എന്താ അനുജനെ കൊണ്ടുവരാഞ്ഞു? അനുജനെ ബാപ്പാക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ അടുത്ത തവണ അനുജനെ കൊണ്ടുവരണം. നിങ്ങളോ നല്ലവർ, അപ്പം നിങ്ങളെ ബാപ്പാക്ക് ഇത്ര ഇഷ്ടം ഉണ്ടാവുന്ന അനുജനെ കൂടെ നിർത്തണമെങ്കിൽ അയാൾ എത്ര നല്ല മഹാനായിരിക്കും. കൊണ്ടുവരണം. കൊണ്ടുവന്നു. പിന്നെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അനുജൻ ജയിലിലായി, തിരിച്ചുപോയി. ഒരു ജ്യേഷ്ഠൻ ഈജിപ്തിൽ തന്നെ നിന്നു, ബാക്കി 9 ജ്യേഷ്ഠന്മാർ തിരിച്ചുപോയി. മൂത്ത ജ്യേഷ്ഠൻ ബാപ്പയോട് നേരത്തെ പ്രതിജ്ഞ ചെയ്തിരുന്നു, ഞാൻ ബിന്യാമിനെയും കൊണ്ടല്ലാതെ തിരിച്ചു വരില്ല. അതുകൊണ്ട് അയാൾ മാത്രം ഈജിപ്തിൽ നിന്നും 9 ആളുകൾ തിരിച്ചുപോയി. അപ്പോൾ ബാപ്പ പറഞ്ഞു, മക്കളെ ഒന്ന് അന്വേഷിക്ക് യൂസുഫിനെ പറ്റി. യൂസുഫ് വന്നാൽ പ്രശ്നമൊക്കെ തീരും. അപ്പോഴത്തിന് 40 കൊല്ലം കഴിഞ്ഞു. ബാപ്പയും മകനും വിട്ടു പിരിഞ്ഞിട്ട്, എന്നിട്ട് ഒരിക്കൽ പോലും എന്നെ മരിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. പിന്നെന്താ ചെയ്യുന്നത്? പിന്നെ ഇവരിങ്ങനെ രണ്ടാമട്ടം ദർബാറിലേക്ക് കുഴങ്ങിയിട്ട് വരികയാണ്. ഞങ്ങൾക്ക് മാനക്കെട്ട, ഞങ്ങൾ കളവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ചോദിച്ചു, നേരത്തെ ബിന്യാമിനെ പിടിച്ച് ഒരു കളവ് കേസിൻ്റെ പേരിൽ പിടികൂടുമ്പോൾ പറയുന്നുണ്ട്, ഇവരെന്ത് പറയുന്നുണ്ട്? ഇവന് കക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല രാജാവേ, ഇവനൊരു ഇക്കാക്കണ്ടായിരുന്നു, അവൻ പെരുങ്കള്ളനായതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ്. മനസ്സിലായില്ല? വഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ, ഇവനൊരു ഇക്കാക്കണ്ടായിരുന്നു, അവൻ കള്ളനായിട്ട് ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് തട്ടിയത്. ആരോടാ പറയുന്നത്? മനസ്സിലായില്ല? ബിന്യാമീനെ കളവ് കേസിന്റെ പേരിൽ പിടികൂടുമ്പോൾ 10 ഏട്ടന്മാർ പറയാണ്, ഇൻസറക്ക, ഇവൻ കട്ടാൽ ഒരു പ്രശ്നമൊന്നുമില്ല. ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ, ഇവൻ ഇക്കാക്കണ്ടായിരുന്നു പണ്ട്, യൂസുഫ് എന്ന പേരിൽ കള്ളനായിട്ട് ഞങ്ങൾ തട്ടിയതാ. അങ്ങനെയുണ്ട്? ആരോടാ പറയുന്നത്? അങ്ങനെയാ? പിന്നെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ പിന്നെ ചോദിച്ച് രണ്ടാമത്തെ തിരിച്ചു യൂസുഫ്, നിങ്ങൾ പണ്ട് യൂസുഫിനെ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ത യൂസുഫ്, നിങ്ങളാണോ യൂസുഫ്? യൂസുഫ്, ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരൻ. മനസ്സിലായോ പറഞ്ഞത്? പിന്നെ ബാപ്പാനെയും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. 200 ഒട്ടകം കൊടുത്തയച്ചു. 200 ഒട്ടകപ്പുറത്ത് ഇക്കാക്കാര ഭാര്യമാരും മക്കളും ബാപ്പയും കറുബാറും എല്ലാം വരുമ്പോൾ 3000 പട്ടാളത്തെയും കൊണ്ട് കൈറോ സിറ്റിയുടെ പുറത്ത് വന്ന് സ്വീകരിച്ചു സയ്യിദുനാ യൂസുഫും രാജാവും അലൈഹിസ്സലാം. എല്ലാം നിറഞ്ഞ്. മനസ്സിലായില്ലേ? ആരാണോ തന്നെ പൊട്ടക്കണത്തിലേക്ക് തള്ളിയിട്ടത് അവർ തന്നെ തൻ്റെ മുന്നിൽ വന്ന്. മനസ്സിലായോ പറഞ്ഞത്? ലോക ചരിത്രത്തിൽ ഒരിക്കൽ ശറഅ അംഗീകരിക്കുന്ന വിധത്തിൽ ബാപ്പ മകന്റെ മുന്നിൽ സുജൂദ് ചെയ്തത് ഈ സംഭവം മാത്രമാണ്.
ലോക ചരിത്രത്തിൽ എന്താ പറഞ്ഞത്? ശർഅ് അംഗീകരിക്കുന്ന വിധത്തിൽ ബാപ്പ മകന്റെ മുന്നിൽ സുജൂദ് ചെയ്തത് ഈ ഒരു സംഭവം മാത്രമാണ്. അക്കാലത്ത് മനുഷ്യന്റെ മുന്നിൽ ഇത്തരം കാര്യത്തിൽ സുജൂദ് ചെയ്തത് ഹറാമാക്കിയിട്ടില്ല. സ്വർണം ധരിക്കുന്നത് അന്ന് ഹറാമല്ല, അത് വേറൊരു ശരിയാട്ടാണ്. എല്ലാം എന്റെ വിട്ടേണ്ട നിഅമത്തിന്റെ പരമകോടിയിൽ ഇനിയിപ്പോൾ അൽഹംദുലില്ലാഹ് ദ്വാരക്ക് നമുക്കും ദ്വാരക്കാം. ഇനി ഒരു 25 കൊല്ലം നമുക്ക് ഇങ്ങനെയാണ് കഴിഞ്ഞുവിടണം. ഗൾഫിൽ നിന്ന് ഏതായാലും കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി വന്ന് ഇവിടെ കുറച്ച് ഒരു കൂളിമാടങ്ങാടിയിൽ മൗരങ്ങാടിയിൽ കുറച്ച് ബിൽഡിങ്ങൊക്കെ കെട്ടി, ഇപ്പം അത്യാവശ്യം ബിൽഡിങ്ങൊക്കെ പോയി, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഒക്കെ റാഹത്ത് അൽഹംദുലില്ലാഹ്. മകൻ IAS പായസായി, മകനെ മറ്റോടത്ത് കളക്ടറാണ്, വലിയ റാഹത്താണ്. മകളെ കെട്ടിച്ചവന് ദുബായിൽ നിന്ന് വെട്ടി അയക്കുന്ന പണിയല്ലാതെ വേറൊരു പണിയില്ല. രാജാവ് കൊടുക്കുക, ഇവന് വാങ്ങിയിട്ട് ഭൂമിൻ്റെ അടിയിൽ കൂടെ കോയൽ മവിടെ ഇങ്ങനെ ഭയങ്കര തിരക്കാണ്. ഈ കോയലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തെടുത്തിട്ട് ഊരൊക്കെ വേദനയായി. അങ്ങനെയൊക്കെയുള്ള കാലമാവുമ്പോൾ പെണ്ണുങ്ങളോട് രാത്രി കിടക്കുമ്പോൾ കൈത്തണ്ടയിൽ വയസ്സത്തിയാണെങ്കിലും മറ്റേ വയസ്സത്തിയെ കയ്യിൽ വെച്ചിട്ട് പറയും, ഒരു പറ്റില്ലെങ്കിലും നമ്മളെ കുട്ടികളെ ഇതൊക്കെ ഒന്ന് കണ്ടുകൂടാൻ നമുക്ക് ഭാഗ്യം തന്നെങ്കിൽ മതിയെന്ന് വിളിച്ചോനെ അൽഫാത്തിഹ. ഇത് നിഅമത്തിന്റെ പാരാവാരത്തിന്റെ മുകളിൽ കയറുന്നപ്പോൾ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് നേടിത്തന്നവനെ എൻ്റെ റബ്ബേ, എനിക്ക് നിന്നെ കാണാൻ കൊതി. അതിനാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. അതാണ് പ്രേമം. മനസ്സിലായി? അതാണ് ആരാച്ചാര്യ വരുമ്പോൾ പറയുന്നത്, പ്രേമത്തിന്റെ ചഷകമാണ് വരുന്നത്, എനിക്ക് കുടിച്ചിട്ട് മധു തീരുന്നില്ല. അൽ ഖത്ലു ഷഹീദ്, ഷഹീദിന് അൽ ഖത്ലു അഹ്ലാ മിന ശുഹദി, ഷഹീദിന് തേനേക്കാൾ മധുരം കൊലയായിരിക്കും. എന്തുകൊണ്ട്? അയാൾക്ക് പ്രേമമാണ്. ആരെ? അല്ലാഹു. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് ഓത് മക്കളെ. وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. الله 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 عليه توكل وحسبي ربي جل الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله. പ്രേമം പ്രേമം പ്രേമത്തെക്കാൾ വലിയ പ്രേമം അല്ലാഹുവിലുള്ള പ്രേമം. എല്ലാം എല്ലാം എനിക്ക് ചെയ്തു തരുന്ന എൻ്റെ റബ്ബിനെ കാണാനുള്ള കൊതി, വല്ലാത്ത കൊതിയാ. അത് പ്രേമം എന്ന് പറഞ്ഞാൽ പോരാ, അതൊരു മത്ത് പിടിക്കുന്ന പ്രേമ, അത് വല്ലാത്തൊരു പ്രേമ. لا يجد ألم القتل في سبيل الله لا يجد الشهيد ألم القتل في سبيل الله إلا من ألم الله من ألم القرصاء. ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഇല്ലാ കമാ യജിദു മിനൽ ഖർസാ ഇല്ലാ കമാ യജിദു മിനൽ ഖർസാ ലാ യജിദു അശ്ശഹീദു ഫീ മിനൽ ഖത്ലി ഫീ സബീലില്ലാഹ് ഇല്ലാ കമാ യജിദു മിനൽ ഖർസാ. ഒരു കുഞ്ഞനുറുമ്പിങ്ങനെ കടിക്കുന്ന വേദനയല്ലാതെ യഥാർത്ഥ ഷഹീദിന് വേദന ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? മിനൽ ഹുബ്ബി ലില്ലാഹ് വ മിനൽ ഹുബ്ബി ഫില്ലാഹ്. പ്രേമം. ആരോട് പ്രേമം? അല്ലാഹുവോട് പ്രേമം. ഇതന്നെ അല്ലാഹുവോട് പ്രേമം. ഇത് തന്നെ പ്രേമം. പ്രേമം 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 തന്നെ പ്രേമത്തെക്കാൾ വലിയ ഒന്നില്ല. അത് ഉള്ളിൽ കയറിയാൽ ആ മൂല്യരെ കൊണ്ട് നാടിനാകെ ഗുണമുണ്ടാവും. ഇല്ലെങ്കിൽ ആ മൂല്യര് സമുദായത്തിന് ശാപവും. അല്ലാഹു കാക്കട്ടെ. അത് കയറിയാൽ ആ കച്ചവടക്കാരനെ കൊണ്ട് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഗുണമുണ്ടാവും. അത് കയറിയ ഒരു ബാർബറെ കൊണ്ട് നാടിൽ മുഴുവൻ നന്മ ഉണ്ടാവും. പണി എന്തോ പ്രശ്നമില്ല, ചിലപ്പോൾ പണി തോട്ടിപ്പണി നല്ല പ്രശ്നം. പണിയെന്തോ പണിയെന്തോ പണിയെന്തും പണിയെന്തോ. അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളിൽ പലരും കല്യാണത്തിന് ചൂട്ടുകാട്ടി നടന്ന ആരിഫീങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പണിക്കും കഴിയാത്ത ആളുകൾക്ക് ഉള്ള പണിയാണ് പഴയ കാലത്ത് ഇടക്കിടക്ക് നാട്ടിലുണ്ടാവുന്ന കല്യാണങ്ങളിൽ ചൂട്ടുകാട്ടി കൊടുക്കുക. ചൂട്ട് കാട്ടി കൊടുക്കും. എന്നാലോ ചില്ലറ നാണയത്തൊട്ട് കിട്ടും. നല്ല പള്ള നിറച്ച് ഈ പരിയൊന്നും ആ പരിയൊന്നും തിന്നാനും കിട്ടും. രാത്രിയാ കല്യാണം. ഇയാളാരാ? ഇയാൾ ആരിഫാ. നാട്ടിൽക്കറിയില്ല. അങ്ങനത്തെ എത്ര സംഭവം. അല്ലാഹ് ചിന്തിക്ക്. ഗൾഫിൽ നിന്ന് ഔട്ടായി വന്നു, എല്ലാം കഴിഞ്ഞു, ഔട്ടായി വന്നു. വെയ്യ
ഒരു പീടികപ്പണിക്ക് പോയി. അപ്പോൾ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതിനുള്ള ധൃതിയില്ലാത്തൊരു കാരണം പീടിന്ന് പുറത്താക്കി. ഒരു പണിയില്ല. പിന്നെ എന്താ ഉള്ളത്? പിന്നെ പെണ്ണുങ്ങളെ ചീത്തയും കിട്ടി നിൽക്കണം. അപ്പോൾ പിന്നെ കുപ്പായത്തിന് കയ്യിൽ ലേശൊന്ന് നീട്ടി ഒരു തൊപ്പി അങ്ങാടിയിൽ നിന്ന് വാങ്ങി പോയപ്പോൾ പാളയം ബസ് സ്റ്റാൻഡിൽ തൊപ്പിക്കാരെ കടയിൽ നിന്ന് തൊപ്പിയും വാങ്ങി. അപ്പോൾ നല്ല ഉഷാറായി. അപ്പോൾ പിന്നെ 1-2 പള്ളി കയറി നോക്കി, വല്ല മുക്കറിപ്പണി ഉണ്ടോ? ബാങ്ക് കൊടുക്കാൻ പണ്ടേ പഠിച്ചിട്ടുണ്ട്. അപ്പെടുക പിന്നെ ബാങ്ക് കൊടുക്കണ പണി, പിന്നെ ബാങ്ക് കൊടുക്കുന്ന പണിയായി. പിന്നെ എന്തായി? പിന്നെ അങ്ങനെ ആ പണിയിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. നല്ലതല്ലേ? തീർച്ചയായും നല്ലതാണ്. പക്ഷെ ബാങ്കിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയില്ല. അത് ലയിച്ചാലല്ലാതെ. മനസ്സിലായോ? പറഞ്ഞു ബാങ്കിനൊരു മധുരമുണ്ട്, അതിനേക്കാൾ വലിയൊരു മധുരം ലോകത്തില്ല. ലോകത്തെ ഏറ്റവും മധുരമുള്ള നാവ് പുണ്യ റസൂൽ കഴിഞ്ഞാൽ, അമ്പിയാ കഴിഞ്ഞാൽ സയ്യിദുനാ ബിലാലാണ്. റളിയല്ലാഹു അൻഹു എന്ന് പറ. ബിലാലിനെയാണ് അല്ലാഹു തആല കഅബയുടെ മുകളിൽ ബാങ്ക് കൊടുക്കാൻ നിശ്ചയിച്ചത്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, കറുകറുത്ത കാപ്പിരിയായ മനുഷ്യൻ സയ്യിദുനാ ബിലാൽ. എന്താ മധുരമുള്ള ആ ശബ്ദം! എന്റെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങോട്ട് ഇരുട്ടിനെ കീറി മുറിച്ച് അങ്ങോട്ട് മൈൽസുകളോളം മുന്നോട്ട് പോകും സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഷാമിലേക്ക് പുണ്യ റസൂലിന് ശേഷം നാട് വിട്ടുപോയ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തിരിച്ചു വന്നപ്പോൾ മദീനക്കാർ നിർബന്ധിച്ച് ബാങ്ക് കൊടുപ്പിക്കുന്ന രംഗമുണ്ട്. അന്ന് ബിലാൽ ബാങ്ക് കൊടുക്കുമ്പോൾ മദീനയുടെ വീടുകളിൽ ഒളിച്ചിരിക്കുന്ന പെൺകുട്ടികൾ, യുവതികൾ വരെ വസ്ത്രം പോലും ഇടാതെ പുറത്തേക്കാടി. മറക്കുന്ന വസ്ത്രം പോലും, ജിൽബാബ് പോലും അണിയാതെ പുറത്തേക്കാടി. എന്തുകൊണ്ട്? സൗതു ഹലാവ ഹലാവ ഹലാവതു സൗതി ബിലാൽ فلما يتكلم بالله الله എന്ന് പറയുമ്പോൾ ബിലാലിന്റെ സ്വരമാധുരി അല്ലാഹ് വാർത്തകേടി. എല്ലാം മദീന പോലും സ്തബ്ധിച്ചുപോയി. അല്ലാഹ് അവർ ഓർത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പിന്നെ വന്നു, നബി പിന്നെയും തിരിച്ചു വന്നു. കാരണം ബിലാലിന്റെ സ്വരം കേട്ടാൽ ഓർമ്മ വരിക പുണ്യ റസൂലിനെയാണ്. ഹബീബ് സമ്മതം കൊടുത്താലേ ബാങ്ക് കൊടുക്കുള്ളൂ സയ്യിദുനാ ബിലാൽ. ആ സ്വരത്തിന്റെ ഭംഗി എത്രയാ! അതിന്ന് ഒരു നേരത്തെ ബാങ്കിൽ നമുക്കുണ്ടെങ്കിൽ അത് മതിയോ മരിക്കാൻ? മനസ്സിലായോ പറഞ്ഞത്? ബിലാൽ കഴിഞ്ഞു, കോടാനക്കോടി മുഅദ്ദിനുമാർ കഴിഞ്ഞു പോയി. പിന്നെ ഒരു ബിലാൽ എത്ര തിരിച്ചു വന്നു! എന്താ അത്? മഹബ്ബത്ത. അല്ലാഹ്. ഉമയ്യയുടെ കിങ്കരന്മാർ മലരാണെത്തിലിട്ട് പാറക്കല്ലിട്ട് എപ്പോഴും എന്ന് പറഞ്ഞ മനുഷ്യന്റെ പുണ്യ റസൂലിനെ പ്രശംസിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പ്രശംസയോടുകൂടെ ഗാനാലാപനങ്ങൾ വന്നിട്ടുള്ളത് ബിലാലിന്റെ കാര്യത്തിലാണ്. ബിലാലിനെ പ്രശംസിക്കാത്തൊരു ഭാഷയില്ല. സയ്യിദുനാ ബിലാൽ, അതിൻ്റെ ഒരു മധുരം എന്റെ മിൻസമീമിയ ഖൽബി, ഹൃദയത്തിന്റെ ഉള്ളിൽ പറയും. എന്റെ കുട്ടികൾ ചിന്തിക്കണം, അല്ലാഹുവിലേക്ക് പോകണം. എന്ത് ഈ ലോകം, എന്ത് ഈ അല്ലാഹു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകം എന്ത് 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 ചിന്തിക്ക. ട്രപ്പീസിലാടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആടിയാലും അതൊക്കെ എന്ത് പ്രശ്നം? എന്തുകൊണ്ട്? ട്രപ്പീസ് സർക്കസിലൊരു കളിയുണ്ട്. ട്രപ്പീസിന് ഒരു കയറിൽ നിന്ന് അടുത്ത കയറിലേക്ക് സ്പീഡിൽ ചാടുകയായി. അയാളെങ്ങനെ എന്തുകൊണ്ട് 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 ട്രപ്പീസിൽ നിങ്ങൾ ചിന്തിക്കി. സർക്കസിനെ പറ്റി പഠിച്ചാലും അതിലും ഒരു ദീനുണ്ടാവും, അതും പഠിക്കണം, അതിലും ഉണ്ടാവും ചില പാഠങ്ങൾ. ട്രപ്പീസ് കളിക്കുന്ന ഒരു സർക്കസുകാരൻ ഒരു സ്റ്റിക്കിൽ നിന്ന് അടുത്ത സ്റ്റിക്കിലേക്ക് സ്പീഡ് ചാടും. എങ്ങനെ ശരീരം മറന്ന് ചാടിയാലും അയാൾക്കൊന്നും വരാനില്ല. എന്തുകൊണ്ട്? അതിശക്തമായ വല താഴെയുണ്ട്. എങ്ങനെയായാലും വലയിലെ വീഴുള്ളൂ. എങ്ങനെ അടി തട്ടിയാലും വലയിലെ വീഴും. എന്താ പഠിക്കുന്നത്? ഇതാണ് അല്ലാഹ്. وهو الحفيظ لنا وليس يؤوده في أرضه حفظ ولا بالسماء والله أكبر لا كبير سواه جلت محامده وعز ثناه. എന്ത് പേടി, എന്ത് പേടി, എന്ത് പേടി! ഈ ലോകം ഭൂമിയിലെ 750 കോടി ജനങ്ങൾ നിനക്കെതിരായാൽ നിനക്കെന്ത്?
നിനക്കെന്ത് ഈ ലോകത്തെ 750 കോടി ജനങ്ങളും നിന്നെ പുലഭ്യം പറഞ്ഞാൽ നിനക്കെന്ത്? ആകാശത്തും ഭൂമിയിലും നിന്നെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ പേടി, എന്ത് പേടി? യമൻ എയർവേസിന്റെ ഒരു പഴകിയ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു അനുഭവം ഒരു പുസ്തകത്തിൽ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് തങ്ങളുടെ മരണശേഷം. അപ്പോൾ ജർക്കിങ്ങിൽ പെട്ടുപോയി ഫ്ലൈറ്റ്. പ്രത്യേകിച്ച് യമൻ എയർവേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം അങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് യമൻ എയർവേസ്. അപ്പോൾ യമൻ എയർവേസ് അങ്ങനെയല്ലേ ഉണ്ടാവും. യമൻ എയർവേസ് യാത്ര ചെയ്യുക, ഒരു പഴകിയ ഫ്ലൈറ്റ് ജർക്കിങ്ങിൽ പെട്ടുപോയി. എല്ലാവരും പേടിയായിപ്പോയി. തങ്ങൾ മാത്രം ചിരിച്ചുകൊണ്ടിരുന്നു. നമ്മളെ നാട്ടിലെ പഞ്ചായത്ത് റോഡിനെ പോലെയാണ് ഇവിടുത്തെ ആകാശം എന്ന് തോന്നുന്നു തൊട്ടടുത്ത യാത്രക്കാരനോട് പറഞ്ഞു എന്നാണ് അയാൾ എഴുതിയിട്ടുള്ളത്. തൊട്ടടുത്ത യാത്രക്കാരൻ ഈ അഹമ്മദ് സാഹിബാണ്. ഈ അഹമ്മദ് സാഹിബിൻ്റെ ലേഖനത്തിലുണ്ട്. എന്നോട് തങ്ങൾ പറഞ്ഞു, നമ്മളെ നാട്ടിലെ പഞ്ചായത്ത് റോഡ് പോലെയാണോ ഇവിടുത്തെ ആകാശം എന്ന് തങ്ങൾ തമാശ പറഞ്ഞു. ഏത് നേരത്ത്? ഫ്ലൈറ്റ് ജർക്കിങ്ങിൽപ്പെട്ട നേരത്ത്. മനസ്സിലായില്ല. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് റോഡിലൂടെ പോകുമ്പോൾ അങ്ങനെയാണ് ജർക്കിങ് ഉണ്ട്. നമ്മളെ നാട്ടിലെ പഞ്ചായത്ത് റോഡ് പോലെയാണോ ഇവിടുത്തെ ആകാശം എന്ന് തങ്ങൾ ആ നേരത്തിനോട് തമാശ പറഞ്ഞു. എന്ത് മരിച്ചാലും ജയിച്ചാലും ജീവിച്ചാലും അള്ളാഹു നോക്കുന്ന ഒരു അബിദിന് മരിക്കൂല എന്നല്ല, മരിച്ചാലും അള്ളാഹിൻ്റെ സംരക്ഷണം, ജീവിച്ചാലും അള്ളാഹ്. മരിക്കൂല നീ പറയുന്ന മാനയില്ല. മരിച്ചാലും അള്ളാഹിൻ്റെ അടുത്ത്, ജീവിച്ചാലും അള്ളാഹിൻ്റെ അടുത്ത്. പിന്നെന്താ പ്രശ്നം? ചെയ്തതാർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. അപ്പം മരിച്ചാൽ പ്രശ്നം. അതിൻ്റെ അടുത്ത് തങ്ങളുണ്ടെങ്കിൽ മരിക്കൂല എന്നല്ല, മരിച്ചാലും സംരക്ഷിക്കും. മരിച്ചാലും സംരക്ഷിക്കും, ജീവിച്ചാലും സംരക്ഷിക്കും. ആര്? അള്ളാഹ്. വിശ്വാസം പിടിക്കണ്ട. ഈ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും ഒരു പേടി പിടിക്കരുത്. ആരുണ്ടെങ്കിൽ അവനാരാ? അവൻ റഹ്മാനാണ്. അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാ പേടിക്കുന്നത്? ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ പേടിക്കണത്? എന്നോട് ചില ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ ഒന്നും പഠിച്ചില്ല ഉസ്താദ്. അപ്പോൾ ഞാൻ അവരോട് തമാശ പറഞ്ഞ് ഒറ്റയ്ക്ക് പറയാറുണ്ട്, പഠിക്കാത്തവർ പോകലാണ് പഠിക്കുന്നവർ പോകുന്നതിനേക്കാൾ നല്ലത്. കാരണം പഠിക്കാത്തവർക്ക് പഠിപ്പില്ലല്ലോ എന്നുള്ളൊരു ബോധമുണ്ടാവും. അപ്പോൾ അവർക്കൊരു വിനയം ഉണ്ടാവും. പഠിച്ചവർക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന അഹങ്കാരം ഉണ്ടാവും. കഅബയുടെ അടുത്ത് ചെല്ലുമ്പോൾ വേണ്ടത് അഹങ്കാരമല്ല, വിനയാണ്. നിങ്ങൾ എൻ്റെ കൂടെ എന്താ? ഞാൻ ഹജ്ജിന് പോകുന്ന ആളുകൾ ആരും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഉസ്താദ് എന്ന് പറയുമ്പോൾ സ്ഥിരം ഞാൻ പറയാറുള്ളത്, നിങ്ങൾ പഠിച്ചത് ഉള്ളുണ്ടെങ്കിൽ ബാഗ് ഇവിടുന്ന് മറന്നു പോകാൻ വേണ്ടി വേറെന്നാൾ ഒന്നും വേണ്ട. അവിടെ നിങ്ങൾ എന്താ ചെയ്യാൻ? അവിടെ 40 ലക്ഷം 50 ലക്ഷം ആളുകൾ എന്താ ചെയ്യുന്നത്? അത് പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം നിങ്ങൾ ഇവിടെ ചെയ്യുക. അത് നിങ്ങൾ റബ്ബിനോടുള്ള താതാത്മ്യപ്പെടലാണ്. അത് ആർക്കും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ചെയ്യണം. എൻ്റെ റബ്ബേ, ഞാൻ നിനക്ക് വേണ്ടിയാണ്. ഈ ഇരിക്കുന്ന സദസ്സിൽ ഒരാൾ ഇന്ന് രാവിലെ ഞാൻ വന്ന് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ വന്നു എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ചെറിയൊരു ഭൂമിയുണ്ട് ഉസ്താദ്, ആ ഭൂമി വിറ്റിട്ട് എനിക്ക് ഉംറക്ക് പോകണം, നിങ്ങൾ ദുആ ചെയ്യണം. അയാൾ സാധുവാണ്, അയാൾ ഈ കൂട്ടത്തിലെ സാധുവാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും ദരിദ്രനായ സാധു അയാളായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് വേദനിച്ചു ആ വാക്ക് കേട്ടിട്ട്. എന്തുകൊണ്ട്? അയാളുടെ ഭൂമി വിൽക്കാനല്ല പ്രശ്നം, ഭൂമി വിറ്റിട്ട് അയാൾക്ക് ഒരു വിവരം വേണ്ട, വിവരമില്ലാതിരിക്കില്ലല്ലേ. നിങ്ങൾ ആ പാസ്പോർട്ട് തന്നാൽ മതി ഉസ്താദെ, നമുക്ക് ഏത് നേരം നിങ്ങൾക്കൊന്ന് പോകണമെങ്കിൽ പറഞ്ഞാൽ പോരെ എന്ന് പറയുന്ന, ഒരു പക്ഷേ പോയി തിരിച്ചു വന്നിട്ട് പാസ്പോർട്ട് വാങ്ങുമ്പോഴത്തേന് നിങ്ങൾ നമ്മളൊപ്പം പോരണോ അടുത്ത ആഴ്ച എന്ന് ചോദിച്ച് കാത്തു നിൽക്കുന്ന എന്നെപ്പോലത്തെ 1000 ഉംറയേക്കാൾ അയാൾക്ക് നല്ലത് അയാളുടെ ഉംറയുടെ ഒരു കാലമായിരിക്കും. ആണോ? അല്ലേ? അയാൾ ഹൃദയം നിറയെ അല്ലാഹ് എന്നുള്ള ചിന്തയാണ്. നമുക്ക് എന്തും സാധിക്കും എന്ന ധാർഷ്ട്യം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അള്ളാഹുവിനെ പേണിച്ചാൽ മതി. ഒരു പഠിപ്പും വേണ്ട. പഠിപ്പ് എന്നാണ് എവിടെയാണ്? അലിഫ് ലാം മീം എന്നതിൽ നിന്നാണ് 6000 ചില്ലാനം അക്ഷരങ്ങളുടെ ഉദയം. ആ അക്ഷരങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. അലിഫ് ലാം മീം എന്നതിൻ്റെ അർത്ഥം ഇന്നും നമ്മെ സംബന്ധിച്ചോളം അജ്ഞാതമാണ്. നമ്മുടെ അജ്ഞാതത്തിൽ നിന്നാണ് ജ്ഞാനം വരുന്നത്. അറിവില്ലായ്മയിൽ നിന്ന് അറിവ് വന്നു. മനസ്സിലായോ പറഞ്ഞത്? അലിഫ് ലാം മീം എന്താ അർത്ഥം? അജ്ഞാനമാണത്. അജ്ഞാനം, നമുക്കെങ്കിലും അജ്ഞാനം, അതിൽ നിന്നാണ് ജ്ഞാനമുണ്ടാത്. 6000 ചില്ലാനം അനർഘനിർഘളമായ വാക്ധോരണികളുടെ അക്ഷയ വജസ്സുകൾ വരുന്നത് ഈ അലിഫ് ലാം മീം എന്ന വാക്കിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാര്യം ഇവിടെ അള്ളാഹുവിനെ നടക്കലാണ്. അല്ലാഹു عليه توكل وحسبي ربي جل الله
على النبي صلى الله لا إله إلا الله.